നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SSLC പരീക്ഷാഫലം നമുക്ക് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി പരിശോധിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വെബ്സൈറ്റ് ഉണ്ട്. പരീക്ഷാ ഭവൻ്റെ ഉണ്ട്, അതുപോലെ അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഏത് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത് അവിടെ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പരീക്ഷാഭവൻ.kerala.in ഇങ്ങനെ സെർച്ച് ചെയ്യുക. ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇങ്ങനെയാണ് പരീക്ഷാഭവൻ.kerala.gov.in ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പം ആദ്യം തന്നെ ഒരു സൈറ്റ് വരും. ഇതാണ് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ്. ഇതിൽ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജിലായിരിക്കും എത്തുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ ഹോം പേജ്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കി കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫലം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ്. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്റ്റാൻഡേർഡ് 10ാം തുല്യത, അതുപോലെ പുനർമൂല്യനിർണ്ണയം ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പം ഇതിനകത്തിൽ മൂന്നാമത് ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് പഴയത്, അതായത് 2024 റിസൾട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ 2025 റിസൾട്ട് വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ 2025 ഇതുപോലെ ഫലം കാണുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ 2025 നോക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2025 റിസൾട്ട് വന്ന ശേഷം ഇത്തരത്തിൽ ഒരു പുതിയൊരു ടാബ് ഇവിടെ വരുന്നതായിരിക്കും. 2025 ഫലം കാണുക എന്നത്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാൻ 2024 ജസ്റ്റ് എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുണ്ട്. രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക തെറ്റാതെ. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അത് നിങ്ങൾ DDMMYY, അതായത് ഡേറ്റ്, മന്ത്, ഇയർ. അപ്പോൾ ഡേറ്റ് അടിക്കുക, ഹൈഫൺ ഇടുക, മന്ത്, അതുപോലെ തന്നെ ഇയർ. അപ്പോൾ ഇത്തരം നിങ്ങൾ രണ്ടും രജിസ്ട്രേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ അടിച്ചിട്ട് ഈ വ്യൂ റിസൾട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈസി ആയിട്ട് നോക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു മെത്തേഡാണിത്. ഇനിയിപ്പം എന്തെങ്കിലും കാരണവശാൽ ആ സമയത്തൊക്കെ നോക്കുമ്പം സൈറ്റ് ഭയങ്കര എററായിരിക്കും. ആ സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നമ്പരും രജിസ്ട്രേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് ഒരുപാട് സമയം ട്രൈ ചെയ്താൽ കിട്ടും. ഇൻ കേസ് ഇതിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. SSLC റിസൾട്ട് നോക്കാനുള്ള അടുത്ത ഒരു മെത്തേഡാണ്. ഗൂഗിളിൽ അതേപോലെ തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, അതായത് SSLC റിസൾട്ട് കേരള എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു സൈറ്റ് ആദ്യം വരും. result.kite.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റ് വരും. ഈ ഒരു സൈറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ രജിസ്ട്രേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഇത് വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് ആ ഒരു ഹോം പേജിലേക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ടൈപ്പ് ചെയ്യേണ്ട രണ്ടിൻ്റെയും ആ ഒരു ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് കയറാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം രണ്ടും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ 2 മെത്തേഡ് ഞാൻ കാണിച്ചു തന്നു. ഈ 2 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 2024 ജസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ള ഒരു ഹോം പേജിൽ കയറിയിട്ടാണ് ഞാൻ 2ൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കളുടെ ഒക്കെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടാനായിട്ട് നിങ്ങൾ മറക്കാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.